ഹായ്. അയ്യോ, ഞാൻ കുനിയുമ്പോൾ കൈവച്ചില്ലായിരുന്നു. കഴിഞ്ഞ ഒരു വീട്ടിൽ വെച്ചെടുത്ത ഞാൻ എൻ്റെ വീട്ടിലിരുന്ന കോസ്റ്റ്യൂം ആയിരുന്നു അതെടുത്തിട്ട് ഒരു പെണ്ണുമ്പിള്ള എന്നല്ല പറയാ, ഒരു പെണ്ണ് വീഡിയോ ഇട്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇവര് ഈ പറയുന്ന പെണ്ണുമ്പിള്ളുണ്ടല്ലോ, അത് ഞാനാ. ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ കുനിഞ്ഞത്. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്കത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക? പൊക്കി പിടിച്ച പെണ്ണുമ്പിളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീഡിയോസ് എടുത്ത് എന്റെ ഫോട്ടോസ് വെച്ച് എന്റെ പേര് പറഞ്ഞുകൊണ്ട് വിവരക്കേടൊക്കെ പറയുന്നതിനെ ഒരതിരില്ലേ എൻ്റെ പൊന്ന് ദീപ്തി കല്യാണി ചേച്ചി. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ കുനിയുമ്പോൾ കൈവയ്ക്കുന്ന കാര്യം. ഞാൻ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീയുടെ കാര്യമാണ്. സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ജസ്റ്റ് ഒന്ന് കുനിയുമ്പോഴും ഒരു മുറ്റടിച്ച് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോഴും അതിനൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് അവരറിയാതെ ഇവിടെ ഒന്ന് കൈ വെച്ചിട്ടായിരിക്കും അവരൊന്ന് കുനിയുന്നത്. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അത് നമ്മുടെ ഈ ലാസ്റ്റ് ബിഗ് ബോസിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അതൊരു ജിസേൽ എന്ന് പറഞ്ഞിട്ട്. അവർ വന്നപ്പോഴത്തേന് അവരുടെ കൂടെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് അവരുടെ കൂടെ ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അനുമോള് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കയറിയിട്ട് എന്താ അവിടെ പരിപാടി എന്നങ്ങാണ്ട് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോഴത്തേന് ആ ജിസേല് പെട്ടെന്ന് ഇങ്ങനെ കയറ്റിയിടുന്ന ഒരു സംഭവമുണ്ട്. അത് ഒരു ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ത്രീകൾക്കും വരുന്നതാണ്. അത് ഒന്നുകിൽ ഇവിടെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കിടക്കുമ്പോഴത്തേന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ വേറെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റിയിടുക. അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് സ്ത്രീകൾക്കേ അറിയാൻ പറ്റുള്ളൂ. അല്ല ഈ പറയുന്ന ദീപ്തിക്ക് എന്താ അത് അറിയാത്തതെന്ന് എനിക്കറിയത്തില്ല. സ്ത്രീയുടെ സ്ത്രൈണതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ ദീപ്തിക്ക് ചിലപ്പോൾ അത് അറിയാത്തത്. ദീപ്തി ചെറുപ്പം മുതൽ വളർന്നു വന്നത് ആ സാഹചര്യം അല്ലാത്തത് കൊണ്ടായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ സാഹചര്യത്തിൽ തന്നെ വളർന്നു വന്ന സ്ത്രീകളാണ്. അപ്പം അതുകൊണ്ട് നമുക്കത് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മളൊരു ഓട്ടോമാറ്റിക്കലി അത് പഠിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ സ്ത്രീകൾക്കും അറിയാം, എല്ലാ പുരുഷന്മാർക്കും അറിയാം ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്തുള്ള സാധനം എല്ലാവരും പുറത്തെടുത്ത് കാണിക്കാനുള്ളതല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം, കാരണം ഇത് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണല്ലോ. അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. കാശ് കൊടുത്തതല്ലേ, അപ്പം അത് പുറത്തോട്ട് കാണിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും. ജന്മനാ കിട്ടിയവർക്കൊന്നും അതൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് പുറത്തോട്ട് കാണിക്കണം എന്ന് തോന്നില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുന്നില്ലേ ഇങ്ങനെ ഇടണോ അങ്ങനെ ഇടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷേ സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കും ഭംഗിയല്ല മെയിനായിട്ട് നോക്കുന്നത്. അതാത് ട്രെൻഡിനനുസരിച്ചുള്ള രീതിയിൽ തന്നെയായിരിക്കും വസ്ത്രം ധരിക്കുന്നത്. പക്ഷേ ഒരു വൈഡായിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിലൊരു ഇന്നർ ഇടും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മറിഞ്ഞു നിൽക്കാനായിട്ട് അതൊന്ന് സഹായിക്കും. സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ നേരത്തെ ഫാഷൻ നോക്കി മാത്രമല്ല വസ്ത്രം ധരിക്കുന്നത്, നാണമൊക്കെ മറിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപകരിക്കും. അതായത് സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷനും വേണം, ട്രെൻഡും വേണം, എല്ലാം വേണം. അതോടൊപ്പം തന്നെ നാണവും കൂടി സ്ത്രീകൾ മറക്കാനായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ഈ കാശ് കൊടുത്ത് വെച്ച് പിടിപ്പിച്ചല്ലേ, അതായത് ഈ സാധനം നമുക്കുണ്ടെന്ന് എല്ലാവരും അറിയണമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ വരുന്നതായിരിക്കും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് ജന്മനാ കിട്ടിയതാണല്ലോ. അതായത് അവരുടെ ഓരോ വളർച്ച കഴിയുമ്പോഴും അവർക്ക് അതിനനുസരിച്ചുള്ള വളർച്ചയിൽ ലഭിക്കുന്നതാണ്. സ്ത്രീകളത് കണ്ട് വളർന്നേക്കുന്നതുകൊണ്ട് ഇതൊക്കെ പുറത്ത് കാണിക്കണം എന്ന് അവർക്ക് തോന്നില്ല. പിന്നെ വേറെ കുറേ എണ്ണങ്ങളുണ്ട്, പണിയെടുക്കാൻ പറ്റാത്തവർ ഇതൊക്കെ കാണിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. അവരെ ഈ കൂട്ടത്തിൽ പെടുത്തണ്ട. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്നത്, നിങ്ങളുടെ വീഡിയോസ് എടുക്കുന്നതൊക്കെ. അല്ല, നിങ്ങൾ ഈ ഇതുപോലുള്ള കോമാളിത്തരങ്ങളൊക്കെ വന്ന് കാണിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തന്നെ വന്നിട്ടല്ലേ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ നേരത്തെ ഞങ്ങളെ പോലുള്ളവർ കയറി പ്രതികരിക്കും. അതിനുവേണ്ടി വന്നിട്ട് എൻ്റെ അനുവാദം കൂടാതെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല.